പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ സഹോദരനായ ലാസറിനോടൊപ്പം മറിയം മഗ്ദലേന ഫ്രാൻസിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയണേ. അവിടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. കാലങ്ങളോളം ഇങ്ങനെ കർത്താവിനെ കണ്ടവളുടെ തീക്ഷ്ണതയോടുകൂടെ അവൾ ലോകത്തോട് എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം പറഞ്ഞു. മനുഷ്യരുടെ ഉള്ളിൽ പ്രത്യാശ നിറച്ചു. ഒരു ദിവസം മുറിയിൽ കിടന്ന് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ 3 ദിവസം ആ മുറിയിൽ സുഗന്ധം തങ്ങി നിന്നിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, സഭാചരിത്രം നമുക്ക് തെളിവുകൾ നൽകുമ്പോൾ അതിനുള്ള കാരണത്തെക്കുറിച്ചൊന്ന് ഓർക്കണത് നല്ലതാണ്. ഇന്ന് വിശുദ്ധ മറിയം മഗ്ദലേനയെ എടുത്തിരുന്നാൾ മരണത്തിലിങ്ങനെ 3 ദിവസം കർത്താവിൻ്റെ സുഗന്ധമായി ഈ ലോകത്ത് നിലകൊണ്ട ഒരാളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ സുഗന്ധങ്ങളാണ്, വി ആർ ദ എരോമ ഓഫ് ക്രൈസ്റ്റ് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ സുഗന്ധമായി ഈ ഭൂമിയിൽ പടർന്നൊരു വിശുദ്ധ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസത്തിൽ എങ്ങനെ അവൾ കർത്താവിൻ്റെ സുഗന്ധമായി എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നമുക്ക് സുവിശേഷത്തിൽ കിട്ടുന്നുണ്ട്. കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ വന്നിരുന്നു കൊണ്ട് തൻ്റെ ഏറ്റവും വിലയേറിയ നാർദീൻ കുപ്പി പൊട്ടിച്ച് അവൾ കർത്താവിൻ്റെ പാദം കഴുകുന്ന കാഴ്ചയുണ്ട്. ഒരു സ്ത്രീക്ക് എന്തുകൊണ്ടത് 300 ദനാറയ്ക്ക് വിറ്റ് അത് ദരിദ്രർക്ക് കൊടുത്തുകൂടാ എന്ന് ഗ്രീഡി ആയിട്ടുള്ള ഒരു ശിഷ്യൻ അവളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 300 ദനാറ ഒരു സ്ത്രീക്ക് അത്രയും വിലപിടിപ്പുള്ള ഒന്ന് കിട്ടണമെങ്കിൽ അവൾ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം തന്നെയായിരിക്കണം. ഒരാളുടെ ഒരു ദിവസത്തെ കൂലി ഒരു ദനാറയാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ 300 ദിവസങ്ങളിലെ കൂലിയാണ് പറയണേ. അതുകൊണ്ടുപോയി കർത്താവിൻ്റെ കാൽപാദത്തിങ്കിൽ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ, ഒരു രണ്ടാമത്തെ ചിന്തയും ഇല്ലാതെ, ഒരു സെക്കൻഡ് തോട്ടില്ലാതെ ഉടച്ചു കളയുന്നെങ്കിൽ അവൾ കർത്താവിൽ അത്രമാത്രം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ, അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കണമുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ ജീവിതം ഉടച്ചു കളഞ്ഞ ഒരാൾ ആ സമയം ആ മുറി മുഴുവൻ സുഗന്ധപൂരിതമായി എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വയ്ക്കുന്നുണ്ട്. നിസ്സാര കാര്യം, അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യനാണ്. പക്ഷേ ഒരാളുടെ ജീവിതം കർത്താവിൻ്റെ കാൽപാദത്തിങ്കിൽ ഇങ്ങനെ ഉടച്ചു കളയുമ്പോൾ അവിടെ മുഴുവൻ സുഗന്ധം പരന്നു എന്ന് വചനം നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതേ സുഗന്ധം മഗ്ദലേന മറിയം മരിക്കുമ്പോൾ നിറഞ്ഞു കിട്ടുന്നുവെന്നാണ് വചനം പറയണത്, ചരിത്രം പറയണത്. അങ്ങനെ കർത്താവിൻ്റെ സുഗന്ധമായി പടർന്ന ഒരാൾക്കുണ്ടായ ആത്മവിശ്വാസം അവനെ കണ്ടതിൻ്റെ ആത്മവിശ്വാസമാണ്. ലോകം മുഴുവൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞു നടക്കാൻ അവളെ ശക്തിപ്പെടുത്തിയതിൻ്റെ കാരണം അവൾ കർത്താവിനെ കണ്ടു എന്നുള്ളത്. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നുവെന്ന് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ദാഹത്തോടു കൂടെ കർത്താവിനെ അന്വേഷിച്ച് കല്ലറയിങ്കൽ ചെന്ന ഒരാൾ, എൻ്റെ ആത്മാവ് കർത്താവിന് വേണ്ടി ദാഹിക്കുന്നു, എനിക്ക് എൻ്റെ പ്രിയനെ വേണം എന്ന് പറഞ്ഞിട്ട് പോയൊരാൾ. അവളുടെ കണ്ണീരിൻ്റെ കാരണം കർത്താവ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അത് കരച്ചിൽ വരണ കാര്യമാണ്. അതുകൊണ്ട് ലൈഫ് ഇങ്ങനെ വല്ലാതെ ഒന്ന് സ്റ്റക്കായി പോയ, നിലച്ചു പോയ നിമിഷങ്ങളാണ്. കരയാന്നല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ കർത്താവിനെ തിരിച്ചു കിട്ടുന്ന കാഴ്ചയുണ്ട്. അവിടെ തന്നെ മറിയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പോലും വിളിച്ചു പറയാനായിട്ട് പ്രാപ്തയായ ഒരാൾ, സുവിശേഷകന്മാരുടെ സുവിശേഷക, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല. ഈ ലോകം മുഴുവൻ അവൾ നിറച്ചത് കർത്താവ് ജീവിച്ചിരിക്കുന്നുവെന്നുള്ള പ്രത്യാശയുടെ സുവിശേഷത്തിൻ്റെ സുഗന്ധമായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തമ്പുരാനെ, ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളിൽ നിന്നെടുക്കപ്പെട്ട കർത്താവിനെ തിരികെ കിട്ടാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദാഹം ഞങ്ങളിൽ ഉണ്ടാവട്ടെ. കർത്താവിനെ കിട്ടിയവരുടെ സന്തോഷത്തോടുകൂടെയുള്ള സുവിശേഷം പറച്ചിലിൽ ഈ ലോകം മുഴുവൻ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സുവിശേഷത്തിൻ്റെ സുഗന്ധം പടരട്ടെ. അതിന് ഞങ്ങൾ ഉപകരണങ്ങളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത
സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പോകുന്നിടത്തൊക്കെ അങ്ങ് ജീവിച്ചിരിക്കുന്നുവെന്നുള്ള സുവിശേഷത്തിൻ്റെ സുഗന്ധമായി പടരാൻ വേണ്ട കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആദ്യം ഉള്ളിലൊന്ന് പറഞ്ഞു തുടങ്ങുക, നമ്മുടെ കുടുംബത്തിലൊന്ന് പറഞ്ഞു തുടങ്ങുക, എൻ്റെ ദൈവം ജീവിക്കുന്നുവെന്ന്. സുഗന്ധം പടരട്ടെ. സുവിശേഷത്തിൻ്റെ പ്രത്യാശയുടെ സുവിശേഷത്തിൻ്റെ സുഗന്ധം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ജീവിതം വഴിയായി പോകുന്നിടത്തൊക്കെ പടരാനിടയാവട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടെ, വലിയ ആഗ്രഹത്തോടുകൂടെ, ഞങ്ങൾ കർത്താവിൻ്റെ സുഗന്ധങ്ങളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.